ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒരു പ്രോട്ടീൻ ഹെയർ കണ്ടീഷണറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സാധാരണ ബ്യൂട്ടി പാർലർ പോയിട്ടല്ലേ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്താലോ? ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പം ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ടിപ്സായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. ഇത് നമ്മൾ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്നോ, നിങ്ങൾ കൂടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ, അല്ലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഹെയർ വല്ലാണ്ട് ഡ്രൈ ആവുകയും മുടി സ്പ്ലിറ്റൻ്റ് ആകുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഉള്ളൊരു കണ്ടീഷൻ. പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ മുടിയുടെ തിളക്കം നഷ്ടപ്പെടുക, അതുപോലെ തന്നെ മുടിക്ക് ബലക്കുറവ് ഫീൽ ചെയ്യുക, മുടി ഇങ്ങനെ അങ്ങോട്ട് കീറിപ്പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. പിന്നെ മുടി മുരടിച്ച് പോവുക, വളരാതെ, അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിലും നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ചെയ്യണ്ട. എങ്ങനെയായാലും നമുക്കൊരു അരമണിക്കൂറത്തെ പ്രോസസ്സാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡാമേജ് ഹെയർ ഉള്ളവരും അല്ലാത്തവർക്കും ചെയ്യാം. നല്ല ഒന്നാന്തരം കണ്ടീഷണറാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, ഏത് പ്രായത്തിൽ വേണമെങ്കിലും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം എന്താണെന്നോ, നമുക്ക് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ വേണം. വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും ആൾക്കാരിങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത് പലപ്പോഴും. മിക്കവാറും നമ്മൾ വാങ്ങുന്നത് ഒരു 99% നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട വേണം കേട്ടോ. ഒരു മുട്ട. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ വേണം. പിന്നെ 2 സ്പൂൺ ഷാമ്പു വേണം. ഈ ഷാമ്പു എന്തിനാണ്? മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കാണ് 2 സ്പൂൺ ഷാമ്പും കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ ആ മുട്ടയുടെ സ്മെല്ല് അങ്ങ് പോകും. അപ്പോൾ പിന്നെ 2 സ്പൂൺ ഒലിവ് ഓയിൽ വേണം. പിന്നെ 1 സ്പൂൺ പിന്നെ ഗ്ലിസറിൻ വേണം. അതോടുകൂടി തന്നെ 1/2 സ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ വേണം. പിന്നെ മുട്ട എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നോ, നിങ്ങളുടെ മുടിക്കനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം മുഴുവൻ എടുക്കാം. ഇനി 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ മുട്ട നിങ്ങളുടെ മുടിക്ക് ആവശ്യം, ഹെയറിൻ്റെ നീളം അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത്, അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഷാമ്പു ഒഴിക്കണം. ഓക്കെ, ഇത്രയും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് മുടിയൊക്കെ സെക്ഷൻ തിരിച്ച് നന്നായിട്ട് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് അത് ചീവി താഴെ വരെ കൊണ്ടുവന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേനും മുടി നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവുമല്ലോ. അത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഷാമ്പു ഒഴിച്ചെന്ന് കരുതി നിങ്ങൾ മുടി വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഇടാതിരിക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും ഷാമ്പു നമുക്ക് ഇടാം. അപ്പോൾ ഷാമ്പു ഇട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ. ഇതാണ് പിന്നെ പ്രോട്ടീൻ കണ്ടീഷണർ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ ഒരു ദിവസം ആഴ്ചയിൽ നിങ്ങൾ ഒഴിവുള്ള ദിവസം ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് ഒലിവ് ഓയിൽ തന്നെ എടുക്കാം. ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനെ റിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഡാമേജ് ഹെയറൊക്കെ പോയി പുതിയ ഹെയർ വരുന്നതിനും, അതുപോലെ നമ്മുടെ സ്കാൾപ്പിന്, തലയോട്ടിക്ക് പിന്നെ ഫോളിക്കിളിലുള്ള വിലക്കുറവ് തടയുന്നതിനും എല്ലാത്തിനും പിന്നെ ഒലിവ് ഓയിൽ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും ഇതേ പിന്നെ ഗുണം തന്നെയാണ്. മോയ്സ്ചറൈസറാണ്. അതുപോലെ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ പോകുന്നതിനും പിന്നെ മുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിനും എല്ലാത്തിനും നമ്മുടെ വെളിച്ചെണ്ണയും നല്ലതാണ്. പിന്നെ ചെയ്യാനുള്ളത്, നിങ്ങൾ ഹെയറിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എന്നാലാണ് നമുക്ക് ആ മുടി ഭംഗിയായിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിലും അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ, രണ്ടിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറഞ്ഞേ. അടുത്തതായിട്ട് പിന്നെ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ്റെ ഒരു ഗുണം എന്താണെന്നോ, ഗ്ലിസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഗ്ലിസറിൻ ഇപ്പോൾ സാധാരണ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തും അല്ലേ? അതിനാണ് നമ്മൾ മോയ്സ്ചറൈസർ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്ലിസറിനെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്നോ, നമ്മുടെ എയറിൽ നിന്നുള്ള ഈർപ്പം
വലിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് അത് ആ ഈർപ്പം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിന് ഹ്യൂമിറ്റൻ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്ലിസറിൻ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല നമ്മുടെ മുടിവേരുകൾക്ക് ബലം നൽകുന്നതിനും, അതുപോലെ ഓരോ ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോഴൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് മാറുന്നതിനും സ്പ്ലിറ്റ് എൻഡ് പോകുന്നതിനും എല്ലാത്തിനും ഗ്ലിസറിൻ ഒന്നാം തരമാണ്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ മുട്ടയാണ് അല്ലേ. മുട്ട പ്രോട്ടീനാണ്, നിറയെ പ്രോട്ടീനാണ്, അതുപോലെ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് തിളക്കം കിട്ടുന്നതിനും മുടി ഓരോ ഇഴയും മുടിക്ക് നല്ല കനം കിട്ടുന്നതിനും എല്ലാത്തിനും മുട്ട നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്തത് എന്താ, ആപ്പിൾ സിഡർ വിനെഗറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന്, ഇത് നല്ല ഒന്നാം തരം കണ്ടീഷണറാണ്. കണ്ടീഷണർ എന്ന് പറയുമ്പോൾ മുടിക്ക് തിളക്കം കിട്ടുന്നതിനും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്തുന്നതിനും എല്ലാത്തിനും നമ്മൾ ACV ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 സ്പൂൺ ഷാമ്പു ഒഴിക്കുന്നുണ്ട് അല്ലേ. അത് നമ്മുടെ മുട്ടയുടെ മണം ഒന്ന് കുറയുന്നതിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഓൾറെഡി നിങ്ങൾ വല്ല എണ്ണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ എടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലിനും പകരം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള എന്തെങ്കിലും നല്ല മണമൊക്കെ ഉള്ള ഇത് ഒഴിക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഒലിവ് ഓയിലും അതുപോലെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാച്ചി വെച്ച എണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഷാമ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്പൂൺ ഒലിവ് ഓയിൽ വേണം. പിന്നെ നമുക്ക് ഗ്ലിസറിൻ 1-2 സ്പൂൺ മുടിയുടെ അനുസരിച്ച് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ACV 1/2 സ്പൂൺ, ആപ്പിൾ സിഡർ വിനെഗർ 1/2 സ്പൂൺ, 2 സ്പൂൺ ഷാമ്പു. ഓക്കെ, പിന്നെ മുട്ട 2 എടുക്കുന്നത് നല്ലതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1 എടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെക്ഷൻ തിരിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്യുക. ഇതാണ് പ്രോട്ടീൻ ഹെയർ കണ്ടീഷണർ കേട്ടോ. ഇപ്പോൾ ഗ്ലിസറിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി യൂട്യൂബർമാർ ഗ്ലിസറിൻ മുഖം വെളുക്കുന്നൊക്കെ പറഞ്ഞ് ഇട്ടുന്നത് കാണാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിൻ മുഖം വെളുക്കാനല്ല, നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ സ്കിന്ന് സ്മൂത്താകുകയും അതുപോലെ സ്കിന്നിന് തിളക്കമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഷെയ്ഡ് കൂടിയ പോലെ തോന്നും. അല്ലാണ്ട് വെളുക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട. അതിന് നമുക്ക് വേറെ ഒത്തിരി പാക്കുകളുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയണമെന്ന് ഓർക്കും, ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും, എനിക്കും സന്തോഷമാവും. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ, തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.